ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇക്വിലിബ്രിയം സൊല്യൂഷൻസ് അതുപോലെ കെമിക്കൽ കൈനറ്റിക്സിനൊക്കെ നമുക്ക് എത്ര മാർക്കാണ്? 2 മാർക്ക് വീതമാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ഇക്വിലിബ്രിയം കുറച്ച് വലുതാണ്, ബാക്കി രണ്ടും കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്. എന്നിട്ടും അതിന് എന്തുണ്ട്? 2 മാർക്കുണ്ട്. അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി കരുതിയേക്കുന്നത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിന്റെ കുറച്ചധികം MCQs ഇപ്പം ഇന്നത്തെ ഇതിൽ നമ്മളൊരു 60ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിന് വിത്ത് എക്സ്പ്ലനേഷനിൽ കൂടി ആയിരിക്കും. അതിന് എല്ലാ കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളെല്ലാം പറയും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ക്ലാസ്സുകൾ നമുക്ക് ഇനി ഒരു 4-5 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് തരാം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മുടെ ഡയറി സയൻസിലെ ഒരു 3-4 ചാപ്റ്റേഴ്സ് 3-4 ടോപ്പിക്കും കൂടെ, അപ്പൊ അതിലൊരു 2-3 ക്ലാസ്സിൽ തീരാൻ പറ്റുന്ന ടോപ്പിക്കും കൂടെ എടുക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ക്ലാസ്സുകൾ ഇനിയും വേണം, പിന്നെ ഞങ്ങൾ ഇതുവരെ ആ ടോപ്പിക്ക് നോക്കിയിട്ടില്ല എന്നുള്ളവർ മാത്രം ഒന്ന് പറയാ. കാരണം നിങ്ങൾ ഏകദേശം എല്ലാവരും തന്നെ എല്ലാ ടോപ്പിക്കുകളിലൂടെയും ഒന്ന് ഓടിപ്പോയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിൽ വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട സമയം കൂടെ കളയുന്നതാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വേണ്ടതെങ്കിൽ അത് കമന്റ് ചെയ്യുക, അല്ലാതെ ആ ക്ലാസ് കൂടെ വേണം എന്നുള്ളവർ അതും കമന്റ് ചെയ്യുക. അപ്പൊ ഏതാണോ കൂടുതൽ ഉള്ളത് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സുകൾ ഇനി മുന്നോട്ട് പോവാം. അപ്പൊ എനിക്ക് കുറച്ചധികം ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ടായിരുന്നു. എൻ്റെ കുറച്ചധികം പേഴ്സണൽ ഇഷ്യൂസ് വന്നതുകൊണ്ടാണ്. പേഴ്സണൽ ഇഷ്യൂസ് മീൻസ് എനിക്ക് ഇതിനാ ഒരു ടൈം കിട്ടാഞ്ഞിട്ടാണ്. കുറച്ചധികം ഇന്റർവ്യൂസും കാര്യങ്ങളും അതിന്റെ പ്രിപ്പറേഷൻസും, അപ്പൊ എനിക്ക് നമ്മുടെ പഠനത്തിൽ നിന്ന് കുറച്ചങ്ങ് ഞാനും ഡീവിയേറ്റ് ചെയ്തു പോയി. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാഞ്ഞത്, കുറച്ചധികം ക്ലാസ്സുകൾ തരാൻ പറ്റാതിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഒന്നും കൂടെ MCQs വെച്ചിട്ട് നമുക്ക് പഠിക്കാമെന്നാണ് ഞാൻ കരുതിയത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയാട്ടോ. വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും ഉണ്ടാവുക. 60 ക്വസ്റ്റിനും അതിന്റെ എക്സ്പ്ലനേഷനും. അപ്പൊ അതുകൊണ്ട് കുറച്ചധികം ലെങ്തി വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഓരോ ക്വസ്റ്റിനും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. വാട്ട് ഈസ് റോങ് അബൌട്ട് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്? വാട്ട് ഈസ് റോങ് അബൌട്ട് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്? ഡെൽറ്റ ജി ഇക്വിലിബ്രിയം ഈസ് ഈക്വൽ ടു 0. ഡെൽറ്റ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫ്രീ എനർജി ആണ് അല്ലെ? ഫ്രീ എനർജി ചാർജ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 0. The reaction ceases at equilibrium. Equilibrium constant is independent of initial concentration of reactants. Catalyst has no effect on equilibrium state. എന്താണ്? What's wrong about our delta G എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ശരിയാണ്. റോങ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. റോങ് അബൌട്ട് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. ഡെൽറ്റ ജി ഇക്വിലിബ്രിയം ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. അത് ശരിയാണ്. പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. അതും ശരിയാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. പിന്നെ അടുത്തതാണ് കാറ്റലിസ്റ്റ് ഹാസ് നോ എഫക്റ്റ് ഓൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞ ഒരു ഇതിനെ അതിലേക്ക് വീണ്ടും ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്തതുകൊണ്ട് ഇക്വിലിബ്രിയത്തിന് കൂടുതലോ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് അത് മാറി അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കുന്നത് കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യത്തില്ല. അതും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള ആൻസർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ സീസ് ചെയ്യോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, റിയാക്ഷൻ സീസ് ചെയ്യില്ല. കാരണം എന്താ? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഇൻ നേച്ചർ ആണ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്ത് ഡൈനാമിക് ഇൻ നേച്ചർ ആണ്. ഓക്കെ, എപ്പോഴും അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, റിയാക്റ്റന്റും പ്രൊഡക്റ്റും എപ്പോഴും ഈക്വൽ ആവുന്നോ അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഈക്വൽ ആവുന്നത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആവുന്നതും പ്രൊഡക്റ്റ് റിയാക്റ്റന്റ് ആവുന്നതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട്. അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അതെന്താണ് സീസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ NH4NO2 സോളിഡ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് N2 gaseous plus 2H2O gaseous is given by. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? നമ്മുടെ പ്രൊഡക്റ്റിന്റെ concentration divided by
റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? N2 ആണ്. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷനിൽ അതിന് ഒരു കോഎഫിഷ്യന്റും ഇല്ലാത്തതുകൊണ്ട് N2 raised to 1 ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് H2O ആണ്. H2O കോൺസെൻട്രേഷൻ ഓഫ് H2O raised to എത്രയാണ്? 2 ആണ്. കാരണം നമുക്ക് എന്തുണ്ട്? 2 മോളാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ NH4NO2. കോൺസെൻട്രേഷൻ ഓഫ് NH4NO2 ആണ്. പക്ഷേ കോൺസെൻട്രേഷൻ ഓഫ് NH4NO2 is equal to എന്താണ്? 1 ആണ്. കാരണം എന്താ? സോളിഡ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1 ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ സോളിഡ് ആയിട്ടുള്ളതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് എടുക്കുക? 1 ആണ്. അപ്പൊ NH4NO2 എന്ന് പറയുന്നത് സോളിഡ് ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ NH4NO2 is equal to 1 ആയി. അപ്പൊ ബാക്കി വരുന്നത് എന്താണ്? N2 കോൺസെൻട്രേഷൻ ഓഫ് N2 into concentration of H2O whole square. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the equilibrium constant K for the reaction 2HI gaseous H2 plus I2 രണ്ടും gaseous ആണ് at room temperature is 2.85 and that of 698 Kelvin is 1.4 into 10 raised to minus 2. This implies that the forward reaction is. അപ്പൊ എന്താണ് ഫോർവേഡ് റിയാക്ഷൻ? എക്സോതെർമിക്കോ എൻഡോതെർമിക്കോ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നോക്കുക, 2H2I-നെ H2 ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് റൂം ടെമ്പറേച്ചറിൽ 2.85 ആണ്. അപ്പൊ റൂം ടെമ്പറേച്ചറിൽ നിന്ന് ടെമ്പറേച്ചർ കൂടി എത്ര? 698 കെൽവിനിലേക്ക് മാറി. അപ്പൊ ടെമ്പറേച്ചർ എന്തായി? കൂടി. ടെമ്പറേച്ചർ കൂടിയപ്പോ എന്താ സംഭവിച്ചത്? നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് ചെയ്തു? ചെറുതായി അല്ലെ. 2.85 നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1.4 into 10 raised to minus 2 എന്നായി. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താവും? ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. കാരണം എന്താ? ഇതില് കുറച്ച് വാല്യൂസ് കൊടുത്തതിലൂടെ ഒരു കാര്യം ഡയറക്റ്റ് പറയേണ്ടത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒരു റിയാക്ഷനിൽ എന്ത് ചെയ്തു? റൂം ടെമ്പറേച്ചറിൽ ഉണ്ടാവുമ്പോൾ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ടെമ്പറേച്ചർ കൂട്ടിയപ്പം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തന്നു. അപ്പൊ ഈ ടെമ്പറേച്ചറിൽ ഡിഫറൻസ് സംഭവിച്ചപ്പോ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് എന്തായി? കുറവും സംഭവിച്ചു. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മുടെ റിയാക്ഷന്റെ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്കോ എൻഡോതെർമിക്കോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിക്രീസ് ചെയ്തു കഴിഞ്ഞു. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബാക്ക്വേർഡ് ഷിഫ്റ്റ് ആണ്. ഓർത്തിരിക്കുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിക്രീസ് ചെയ്തു എന്നുള്ള സംഭവം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ബാക്ക്വേർഡ് ഷിഫ്റ്റ് ആണ്. ഒരു ബാക്ക്വേർഡ് ഷിഫ്റ്റ് ആണ് അവിടെ ഉണ്ടാവുക. അങ്ങനെ ആവുമ്പം ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇക്വിലിബ്രിയം ടുവേർഡ്സ് എൻഡോതെർമിക് സൈഡിലേക്കാണ്. ഓക്കെ, ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ ഷിഫ്റ്റ് ചെയ്യുന്ന ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറിൽ ഇക്വിലിബ്രിയം എന്താവുന്നു? എൻഡോതെർമിക് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആവുമ്പം ഫോർവേഡ് റിയാക്ഷൻ എന്താവും? എക്സോതെർമിക് ആവും. ഓർത്തിരിക്കുക, ടെമ്പറേച്ചർ എങ്ങോട്ടേക്കാണ്? ഇക്വിലിബ്രിയം ടുവേർഡ്സിലേക്കാണ്. എൻഡോതെർമിക് റിയാക്ഷൻ ആണ് സൈഡിലേക്കാണ്. എൻഡോതെർമിക് സൈഡിലേക്കാണ് ഇക്വിലിബ്രിയം ഇതാക്കുക. അങ്ങനെയാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. Next question, for reaction H2 plus I2 gives 2HI. The value of Kp changes with the catalyst, temperature, amount of H2 and I2, all the above factors. എന്താണ് നമ്മുടെ ഇതെന്താണ്? ഓപ്ഷൻ ബി ആണ്. നമ്മൾ ഇപ്പൊ പറഞ്ഞത് തന്നെ ഒന്ന് ജസ്റ്റ് നമുക്കറിയാം. ഒരു ടെമ്പറേച്ചറിന്റെ കേസിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് ചേഞ്ച് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഫോർ റിയാക്ഷൻ H2 plus I2. നമ്മുടെ ഈ റിയാക്ഷൻ ഒക്കെ വെറുതെ കൊടുത്തേക്കുവാണ്. ഓക്കെ, ദ വാല്യൂ ഓഫ് Kp ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ മാത്രമാണ്. ഓക്കെ, K വേരീസ് വിത്ത് ടെമ്പറേച്ചർ ഉള്ളിയാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ്, the equilibrium constant in terms of pressure Kp and concentration Kc are related as delta in change in number of gas molecules.
അങ്ങനെയാകുന്ന സമയത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ടേംസിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ നമ്മൾ പ്രഷറിന്റെയും കോൺസെൻട്രേഷന്റെയും ടേംസിൽ എഴുതുവാണെങ്കിൽ ഓക്കെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ എന്ത് ചെയ്യുന്നു പ്രഷറിന്റെയും കോൺസെൻട്രേഷന്റെയും ടേമിൽ എഴുതുകയാണെങ്കിൽ ഏത് ഇക്വേഷൻ ആണ് വരുന്നത് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. എന്താ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. ഇക്വേഷൻ എന്താണെന്നേ ചോദിച്ചിട്ടുള്ളൂ ക്വസ്റ്റ്യനിൽ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ Kp is equal to ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. Kp is equal to Kc into RT all raised to delta n ആണ്. അപ്പൊ ഇതിൽ നമുക്കൊന്നും എക്സ്പ്ലനേഷൻ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചിരിക്കുക. Kp is equal to Kc into RT raised to delta n. Next, for a hypothetical reaction 4a plus 5b gives 4p plus 6q ആണ്. The equilibrium constant Kc has units. അപ്പൊ ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഇക്വേഷനിൽ ഈ ഹൈപ്പോത്തറ്റിക് റിയാക്ഷനിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എന്താണ് യൂണിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? കേസിന്റെ കേസിലാണ് നമുക്ക് വേണ്ടത്. കേസിന്റെ യൂണിറ്റ് ആണ് വേണ്ടത് കോൺസെൻട്രേഷന്റെ ബേസിൽ. അപ്പൊ നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ concentration of product divided by concentration of reactant ആണ് അല്ലെ. അപ്പം concentration of P whole raised to എത്ര വരും? 4 ആണ് അല്ലെ വരേണ്ടത്. 4 ആണുള്ളത്. P whole raised to 4 ആണ് into Q whole raised to 6 അല്ലെ. അതിന്റെ കോഎഫിഷ്യന്റ് കൂടെ നോക്കാം. Q whole raised to 6 ആണ് all divided by A raised to 4 into b raised to 5. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? കോൺസെൻട്രേഷൻ ഓഫ് b raised to 5. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഇതിന്റെ ഒക്കെ എന്താ വേണ്ടത്? യൂണിറ്റ് ആണ് വേണ്ടത്. എന്താണ് യൂണിറ്റ് എന്ന് പറയുന്നത്? മോൾ ഇൻറ്റു ലിറ്റർ ഇൻവേഴ്സ് ആണ്. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റേഴ്സ് എന്നാണ് പറയാം. ഓക്കെ എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ എന്ന് പറയാം. വോളിയം ഇൻ ലിറ്റർ ആണ്. അപ്പൊ എന്താണ്? മോൾ ഇൻറ്റു ലിറ്റർ ഇൻവേഴ്സ് ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പം P raised to mole into liter inverse അതെന്താണ്? raised to 4 divided by mole into liter inverse all raised to 6 ആണ്. എഴുതുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. all raised to 6 അതുപോലെ mole into liter inverse all raised to 4 and mole into liter inverse all raised to 5. ഓക്കെ അപ്പൊ നമുക്ക് ഇതിങ്ങനെ വെട്ടാം. 4 വെട്ടി, 6 5 വെട്ടി. അപ്പൊ അവിടെ ബാക്കി വരുന്നത് ഒരെണ്ണേ ഉള്ളൂ. മോൾ ഇൻറ്റു ലിറ്റർ ഇൻവേഴ്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നോക്കി നോക്കൂ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് KCന്റെ ഉള്ള ഇക്വേഷൻ മാത്രം അറിഞ്ഞിരിക്കാം. അതുപോലെ മോളാർ കോൺസെൻട്രേഷന്റെ എന്താണ് പിന്നെ മോളാർ കോൺസെൻട്രേഷന്റെ ഇതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, മോളാർ കോൺസെൻട്രേഷന്റെ നമ്മുടെ യൂണിറ്റും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു ഇത്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് വരിക. നമുക്ക് ഒരു പിന്നെ വലിയ പ്രോബ്ലംസ് ഒന്നും വരില്ല, പക്ഷെ നമുക്ക് ഐഡിയാസ് അറിയും എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാവേണ്ടത്. ഓക്കെ ഇനി അടുത്തത്, ഫോർ എ ഗേഷ്യസ് റിയാക്ഷൻ XA plus YB ഇക്വിലിബ്രിയം 1C1 അല്ല കേട്ടോ, ഇത് L ആണ്. LC plus MD എന്നാണ്. ഫോർ എ ഗേഷ്യസ് റിയാക്ഷനിൽ ഈ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ KP is equal to എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം എന്ത്, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചു എന്ത്, KP is equal to KC into RT whole raised to delta N എന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഡെൽറ്റ എന്നിൽ വരുന്ന വ്യത്യാസമാണ് നോക്കേണ്ടത്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ കാണുമ്പോഴേ അറിയാം. ഓക്കെ ഇക്വേഷൻ കാണുമ്പോഴേ അറിയാം ഏത് ആൻസറേ വരുള്ളൂ. ഈ ഒരു ഫോമാറ്റിൽ വരുന്നത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും വിട്ടുകളയാം. അതിൽ ആ ഒരു ഇക്വേഷൻ രീതിയിൽ വരുന്നത് ഓപ്ഷൻ സി ഏ ഉള്ളൂ. അപ്പൊ എന്താണ് ഡെൽറ്റ എൻ എന്ന് പറയുന്നത്? ഡെൽറ്റ എൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഗേഷ്യസ് മോൾസ് ആണ്. ഓക്കെ ഓർത്തിരിക്കുക, ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഗേഷ്യസ് മോൾസ് ആണ് എന്ത് ചെയ്യുന്നത്?
ഡെൽറ്റ എൻ എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ പ്രൊഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്താ, L × M ആണ്, മൈനസ് റിയാക്ടന്റിൻ്റെത് X + Y ആണ്. അങ്ങനെയാകുമ്പോൾ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു L + M - X + Y ആണ്. അങ്ങനെയാകുമ്പോൾ ആ ഡെൽറ്റ എൻ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. Kp ഈസ് ഈക്വൽ ടു Kc × RT⁻Lm - X + Y എന്നാവും ആ ഇക്വേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, whenever a stress is applied to a system at equilibrium, the equilibrium shifts in such a way so as to undo the effect of the stress imposed. This is the statement of. എങ്ങനെയാണ് എന്താ പറയുന്നത്, ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള ഒരു റിയാക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, എവിടെയാണോ നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത് അങ്ങോട്ടേക്ക് ഇക്വിലിബ്രിയം എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്ത് ലോയാണോ, ഏതാണ്, നമുക്ക് ഇപ്പൊ തന്നെ അറിയാം അല്ലെ, 18 ഓപ്ഷൻ സി ആണ്, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ എവിടെയാണോ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത് അങ്ങോട്ടേക്ക് നമ്മുടെ ഇക്വിലിബ്രിയം എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഏത് പിന്നെ ഏതാ പ്രിൻസിപ്പിൾ ആണ്, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ആണ്. ഇനി 20ാമത്തത്, ഫോർ എ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ ഓഫ് ദ കൈൻഡ്. 20 എന്നൊക്കെ പറയുന്നതേ ഞാൻ ഇതൊരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് നമ്മുടെ റാങ്ക് ഫയലുകളിൽ നിന്നൊന്നുമല്ല, എന്താ പറയാ, നമ്മുടെ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ ടെക്സ്റ്റിൽ നിന്ന് എടുത്തതാണ്. അങ്ങനെയാകുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന അത്, പക്ഷെ അതിലുള്ള വലിയ പ്രോബ്ലംസ് ഒന്നും നമുക്ക് വേണം, നമുക്ക് നമ്മുടെ കുഞ്ഞു പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതിലുള്ള കുഞ്ഞു പ്രോബ്ലംസിനെ എടുത്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. For a hypothetical reaction of the kind AB2 gases plus half B2 gives AB3, delta H is equal to -xk joule ആണ്. More AB3 could be produced at equilibrium by. ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്, ഇതിലെ ഡെൽറ്റ H -kx ആണെന്നും കൂടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണം എന്ത്, AB3 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റന്റ് എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, മോർ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, പ്രൊഡക്റ്റ് മോർ ആവണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്, ഇൻക്രീസിങ് ദ പ്രഷർ ആണ് വേണ്ടത്. ഓക്കെ, ഓർത്തിരിക്കുക, ഇൻക്രീസിങ് ദ പ്രഷർ ആണ് എന്ത് ചെയ്യേണ്ടത്, ഇതില് നമ്മുടെ പ്രൊഡക്റ്റ് കൂടുതലാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. കാരണം എന്താ, ഡെൽറ്റ H നെഗറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതില് നമുക്ക് എന്തൊക്കെ, ഓക്കെ, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓരോന്നും എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റിയാക്ഷനില് കോൺസെൻട്രേഷൻ നമ്മൾ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇനി ഒരു പ്രൊഡക്റ്റിന്റെ നമുക്ക് കോൺസെൻട്രേഷൻ ആണ് ഡിക്രീസ് ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റിയാക്ടന്റിന്റെ ഇക്വിലിബ്രിയത്തിലേക്ക് ഇതാക്കുമ്പോൾ അതൊരു ഫോർവേഡ് ഡയറക്ഷനിലേക്കാണ് പോവുക. ഓക്കെ, concentration of any of the reactant push the equilibrium in the forward direction. Forward direction ലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, push ചെയ്യാം. Decrease in the concentration of any of the product or increase in the concentration of any of the reactant. Okay, നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്നുകിൽ ഒരു കോൺസെൻട്രേഷനിൽ ചേഞ്ച് വരണമെങ്കിൽ ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എനി ഓഫ് ദി പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എനി ഓഫ് ദി റിയാക്ടന്റും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ത് ചെയ്യും, ഒരു ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ്. ഇനി ഒരു എൻഡോതെർമിക് റിയാക്ഷനിലാണെങ്കിൽ എന്താണ്, ഒരു എൻഡോതെർമിക് റിയാക്ഷനിൽ ടെമ്പറേച്ചർ and increase in temperature favors the forward reaction. Okay, forward reaction നടത്തണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടണം. ഇനി ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, എൻഡോതെർമിക് റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ അത് ഫോർവേഡ് റിയാക്ഷനും, അതുപോലെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ അത് ബാക്ക്വേർഡ് റിയാക്ഷനുമാണ് ഉണ്ടാക്കുക. ഇനി ഒരു എക്സോതെർമിക് റിയാക്ഷനിലാണെങ്കിൽ ലോ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, ഫോർവേഡ് റിയാക്ഷനെയും അതുപോലെ ഹൈ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, ബാക്ക്വേർഡ് റിയാക്ഷനെയും
ആണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇത് ഓർത്തിരിക്കുക, ഇതിലെ ഓരോന്നും ഓർത്തിരിക്കുക കേട്ടോ. ഇൻക്രീസ് ദ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, പ്രൊഡക്റ്റിൽ നിന്ന് റിയാക്റ്റന്റ് കിട്ടുന്ന ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് കൂടുക. അതുകൊണ്ടാണ് ഇൻക്രീസിങ് ടെമ്പറേച്ചർ വരാത്തത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്ഷൻ ബി എന്ന് പറയുന്നത് റിമൂവിങ് സം B2 എന്ന് പറയുന്നത് ഇതിലെ കോൺസെൻട്രേഷനിലെ ചേഞ്ച് ആണ്. അങ്ങനെ ആകുമ്പോൾ റിയാക്റ്റന്റിന്റെ പ്രൊഡക്റ്റ് എന്താണ്, റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം റിയാക്റ്റന്റ് കൂടുമ്പോൾ B2 എന്ന് പറയുന്നത് കൂടുകയാണെങ്കിൽ, B2 അല്ലെങ്കിൽ AB2 എന്ന് പറയുന്നത് കൂടുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫോർവേഡ് റിയാക്ഷൻ നടക്കത്തുള്ളൂ അല്ലെ. എന്താണ്, അല്ലെങ്കിൽ വരുന്നത് എന്ത് ചെയ്യാം, എന്താണ് ചെയ്യുക, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് വരിക. ഓക്കെ, ഒന്നുകിൽ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ വരണമെങ്കിൽ, ഓക്കെ ഞാൻ ഓപ്ഷനിൽ വെച്ചിട്ട് പറയാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു സി എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇത് എന്താണ്, എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആകുമ്പം അവിടെ എന്ത് ചെയ്യുന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നു. ഇനി സം B2 നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയമാണെങ്കിൽ എന്ത് ചെയ്യുന്നു, B2 നമ്മൾ അങ്ങ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ AB2 കുറയ്ക്കുക. B2 റിമൂവ് ചെയ്യുകയോ AB2 ഇത് കൂടുകയോ ചെയ്യണം. ഓക്കെ, AB2 അല്ലെങ്കിൽ പ്ലസ് B2 എന്നുള്ള റിയാക്റ്റന്റിന്റെ ഭാഗം കൂട്ടുകയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഭാഗം കോൺസെൻട്രേഷൻ കുറയ്ക്കുകയോ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് വരുള്ളൂ. അപ്പം നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, റിയാക്റ്റന്റിന്റെ ഭാഗത്തുള്ള കോൺസെൻട്രേഷൻ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുക. ഇനി ടെമ്പറേച്ചറിന്റെ പ്രഷറിന്റെ കേസിലാണെങ്കിൽ നമ്മൾ പ്രഷർ കൂട്ടുകയാണെങ്കിൽ ഇക്വിലിബ്രിയം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗേഷ്യസ് മോളിക്യൂൾസിന്റെ ഏതാണോ എവിടെയാണോ കുറവുള്ളത് പ്രഷർ കൂട്ടുകയാണെങ്കിൽ ഇക്വിലിബ്രിയം എന്ത് ചെയ്യുന്നത് എന്താണ്, നമ്പർ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾസ് ഡിക്രീസ് ചെയ്യുന്ന ഭാഗം ഏതാണോ അത് ആ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്പർ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾസ് എവിടെയാണ് കുറവുള്ളത്, നമ്മുടെ AB3യിലാണ് കുറവുള്ളത്. അങ്ങനെയാകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഫോർവേഡ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക, റിയാക്ഷൻ നടക്കുക. ഇൻക്രീസ് ഇൻ പ്രഷർ പുഷസ് ദ ഇക്വിലിബ്രിയം ടുവേർഡ്സ് ദ സൈഡ് ഇൻ വിച്ച് നമ്പർ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾ ഡിക്രീസസ് ആൻഡ് ഡിക്രീസസ് ഇൻ പ്രഷർ പുഷസ് ദ ഇക്വിലിബ്രിയം ടുവേർഡ്സ് ദ സൈഡ് ഓഫ് ദി നമ്പർ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾ ഇൻക്രീസസ്. എവിടെയാണോ ഗേഷ്യസ് മോളിക്യൂൾസ് കൂടുതലായിട്ടുള്ളത് അങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുക, അല്ല പ്രഷർ കൂട്ടുന്ന സമയത്താണെങ്കിൽ എവിടെയാണോ ഗേഷ്യസ് മോളിക്യൂൾസ് കുറവുള്ളത് അങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്, റിയാക്ഷൻ നടക്കുക. അപ്പൊ ഈ ഒരു ഇക്വേഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗേഷ്യസ് മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് റിയാക്റ്റന്റിൽ 1.5 ആണ്, അതുപോലെ പ്രൊഡക്റ്റിൽ 1 ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ പ്രഷർ കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, AB3 കൂടുതൽ നമുക്ക് കിട്ടാൻ കഴിയുന്നു. അതാണ് ഇൻക്രീസ് ദ പ്രഷർ പ്രോബ്ലം വരുന്നത്. ഇനി അടുത്തതാണ് Le Chatelier പ്രിൻസിപ്പിൾ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു. എന്താണ്, ഒരു ഇക്വിലിബ്രിയത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ Le Chatelier പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണ് Le Chatelier പ്രിൻസിപ്പിൾ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു, ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്തതാണ് ദി സോലബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ ഇൻക്രീസസ് വിത്ത്, എന്താണ്, സി ആണ്, വിത്ത് ഇൻക്രീസ് ഇൻ ദി പ്രഷർ ആണ്. സോലബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഗ്യാസ്, ഇൻക്രീസ് ഇൻ ഗ്യാസ് പ്രഷർ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്, ഓക്കെ, എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന്റെ ബേസിലാണ്, ഹെൻറീസ് ലോന്റെ ബേസിലാണ്. ദ സോലബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ ഏത് ലോ ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്, ഹെൻറീസ് ലോ ആണ്. എന്താ ഹെൻറീസ് ലോ പറയുന്നത്, ഹെൻറീസ് ലോ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. എന്തൊക്കെ പറയാം, the mass of a gas dissolved in a given mass of a solvent at any temperature is directly proportional to the partial pressure of the gas above the solution. എന്താണ്, നമ്മുടെ ഒരു ഗ്യാസിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന അതിന്റെ എന്താണ്
സോൾവെന്റിന്റെയും അതുപോലെ ടെമ്പറേച്ചറും എന്താണ്, ഏതൊരു ടെമ്പറേച്ചറിലും ആ ഒരു സോൾവെന്റിന്റെ മാസ് എന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, സൊല്യൂഷനിലുള്ള പാർഷ്യൽ പ്രഷറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ്. The mass of a gas dissolved in a given mass of a solvent at any temperature is directly proportional to the partial pressure of the gas above the solution. ഇതാണ് നമ്മുടെ ഹെൻറീസ് ലോനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത് എന്ന് പറയുന്നത് എന്താണ്, the solubility of a gas in a liquid, the solubility of a gas in a liquid at any temperature. ഇത് തന്നെ, the solubility of carbon dioxide in water at any temperature is directly proportional to the partial pressure of the gas in equilibrium with the solution. Okay, ഇത് തന്നെയാണ് പറഞ്ഞത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, എന്തിന്, പ്രഷറുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഹെൻറീസ് ലോ പറയുന്നത്. അപ്പോൾ വാട്ടറിലുള്ള സൊലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എന്താണ്, വിത്ത് ഇൻക്രീസ് ഇൻ ഗ്യാസ് പ്രഷർ എന്ന് പറയുന്നു. അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ഇതാക്കാം, ഹെൻറീസ് P is equal to KH into mole fraction എന്ന് പറയുന്നത് mole fraction of the gas in a solution, mole fraction of a gas in a solution എന്ന് പറയാം. ഏത് ലോയാണ്, ഹെൻറീസ് ലോ. ഇനി അടുത്തതാണ്, inert gas has been added to the following equilibrium system at a constant volume, SO2 plus half oxygen gives SO3. To which direction will equilibrium shift? ഏത് ഡയറക്ഷനിലേക്കാണ് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താണ്, ഓപ്ഷൻ സി ആണ്, നോ എഫക്റ്റ് ആണ്. ഇനേർട്ട് ഗ്യാസ് ക്യാൻ ബി ആഡഡ് ടു ദ ഫോളോയിങ് ഇക്വിലിബ്രിയം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വോളിയത്തിനിടയിലേക്ക് നമ്മളൊരു കാറ്റലിസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തോ ആഡ് ചെയ്തത് കൊണ്ട് എന്ത് വരില്ല, അതിലെ ഒരു ഇതിലും എന്ത് ചെയ്യുന്നില്ല, ഒരു കാര്യത്തിനും അവിടെ ഒരു ചേഞ്ച് വരുന്നില്ല. എങ്ങനെയെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇക്വിലിബ്രിയത്തിന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതെന്തല്ല, ഇൻഡിപെൻഡന്റ് ആണ്. ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്. ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻക്രീസസ് ടോട്ടൽ പ്രഷർ. ഓക്കെ, ഇനേർട്ട് ഗ്യാസ് കോൺസ്റ്റന്റ് വോളിയത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ബട്ട് ദ പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ കമ്പോണൻസ് വിൽ ബി അൺആൾട്ടേർഡ്. ഓക്കെ, പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അൺആൾട്ടേർഡ് ആയിരിക്കും. ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻസിന്റെയും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അൺആൾട്ടേർഡ് ആയിരിക്കും, ഓർത്തിരിക്കാം. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യില്ല, KP എന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയത്തിന്റെ അറ്റ് പ്രഷർ വെച്ചിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്, സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, ഒരു എഫക്റ്റും സംഭവിക്കില്ല. ഇനി പിന്നെ ഉള്ളതാണ്, ഫോർ ദ റിയാക്ഷൻ A gives B, B gives C, C gives D. അതിൽ KC എന്ന് പറയുന്നത് 1, KC is equal to 2. അപ്പൊ അങ്ങനെയാകുമ്പോൾ KC for the reaction A gives D is, അപ്പൊ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കൊടുക്കാം. ഈ KC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ് ആണല്ലോ. അപ്പൊ B by A ആണ്, കോൺസെൻട്രേഷൻ ഓഫ് B by A ആണ്. ഈ KC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് C ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് B ആണല്ലോ. ഇനി അടുത്തത് ഈ ഒരു C എന്ന് പറയുന്നത് എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് C ആണ്. അങ്ങനെയാകുമ്പോൾ ഇതിനെ മൂന്നിനും നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 3 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തൊക്കെ ബാക്കി ഉണ്ടാവും, ഈ ബിയും വിട്ടുക, ഈ സിയും വിട്ടുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് മുകളിൽ ഒരു D ഉണ്ടാവും ഡിവൈഡഡ് ബൈ താഴെ ഒരു A ഉണ്ടാവും, അതാ ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താണ്, രണ്ട് സൈഡിലും ഇതാക്കണം അല്ലേ, 1 into 2 into 3. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, 6. ഇവിടെ നമുക്ക് 6 കിട്ടി. എന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, ഫോർ ദ റിയാക്ഷൻ A tends to D ല് KC എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ്. KCന്റെ ഈ ഒരു ഇക്വേഷനിൽ KC എന്താണ്, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A. അതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനേ ഉള്ളൂ. 1 into 2 into 3 that's equal to 6. ഓപ്ഷൻ B ആണ്.
The rate constant of forward and backward reactions are 8.5 into 10 raised to minus 3 and 2 into 2.38 into 10 raised to minus 4 respectively. The equilibrium constant എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 8.5 into 10 raised to minus 5 ആണ് കേട്ടോ, into 2.38 into 10 raised to minus 4 ആണ്. അങ്ങനെയാകുമ്പോൾ equilibrium constant എന്ന് പറയുന്നത് K is equal to എന്താണ്? Forward reactionലെ KF divided by backward reactionലെ KB. അങ്ങനെയാകുമ്പോൾ forward reactionൽ തന്നിട്ടുള്ളത് ഏതാണ്? 8.5 into 10 raised to minus 5 divided by 2 into 2.38 into 10 raised to minus 4. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടും 0.35 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കും, ചെറിയൊരു നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും അല്ലേ ഏതാണുള്ളത്. 0.35 ആണ്, ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, if the solubility of Ag2CrO4 is a mole per liter, its solubility product is. അപ്പോൾ നമുക്ക് ഒരു ഇതാക്കേണ്ടത്, ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ റിയാക്ഷൻ എങ്ങനെ എഴുതും എന്നുള്ളത് അറിയണം. എന്താണ്? Ag2CrO4 ആണ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ എന്താണ്? 2Ag പ്ലസ് നമുക്ക് കിട്ടുന്നത് 2Ag പ്ലസ് CrO4 2 മൈനസ് ആണ്. സൊല്യൂബിൾ ഇതാകുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് തിരിഞ്ഞു വരുന്നു. അങ്ങനെയാകുമ്പോൾ അത് കിട്ടുന്ന എന്താണ്? Ag2CrO4 gives a 2Ag plus CrO4 മൈനസ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓർത്തിരിക്കാം എന്താണ് നമുക്ക് വേണ്ടത്? സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് ആണ്, K സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്താണ്? 2 S ആണുള്ളത് അല്ലേ, 2S ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഇവിടെ ഉള്ളത് 1 S മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 2 ആണ്, ഇവിടെ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ 2S ഉം ഇവിടെ S ഉം വന്നു. അങ്ങനെയാകുമ്പോൾ സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ്, നമ്മുടെ കോൺസ്റ്റന്റ് ഓഫ് സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? Ag പ്ലസിൻ്റെതോ നമ്മൾ ഈ ഒരു സൊല്യൂബിലിറ്റി ഇവിടെ എഴുതുന്നു എന്താണ്? 2S, അത് 2 എണ്ണം ഉള്ളതുകൊണ്ട് 2S ഹോൾ സ്ക്വയർ ഇൻറ്റു S. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? 4 അല്ലെ, 4S ക്യൂബ് വരുന്നു അല്ലെ, 4S ക്യൂബ് വരുന്നു. അതാണ് ആൻസർ, ഓപ്ഷൻ സി ആണ്, 4S ക്യൂബ്. Next question, when the ionic product of a solution exceeds the solubility product, the solution become എന്താണ് വരിക? Super saturated and precipitation of salt occurs when the ionic product of a solution exceeds the solubility product. Okay, അത് കൂടി കഴിഞ്ഞാൽ അയോണിക് പ്രോഡക്റ്റിനേക്കാളും കൂടുതലായിട്ട് സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് കിട്ടും. അയോണിക് പ്രോഡക്റ്റ് ഓഫ് എന്താണ്? സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് കൂടുതലായ എന്തിനേക്കാളും അയോണിക് പ്രോഡക്റ്റ് കൂടുതലാവുന്നു. സൊല്യൂബിലിറ്റി പ്രോഡക്റ്റിനേക്കാളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്? സൂപ്പർ സാച്ചുറേഷനും അതുപോലെ precipitation of salt occurs കൂടിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is correct? For reaction x gives y rate is equal to 1x divided by dx by dt is equal to dy by dt. B and the parameter, the rate constant and specific reaction rate have different meaning. For any reaction, the value of specific reaction rate is independent of the initial concentration of reactant. EA is equal to ER plus E threshold. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റിലെ കറക്റ്റ് ഏതാണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ ഓരോന്നിന്റെയും തെറ്റ് ഏതാണ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പോവാം. For a reaction
x gives y ആണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ റേറ്റ് എന്താണ്? നമ്മൾ പ്രൊഡക്റ്റിന്റെ കേസിൽ വരികയാണെങ്കിൽ നമ്മൾ മൈനസ് ഇടണം. ഓക്കെ, മൈനസ് എക്സ് ഇൻറ്റു dx by dt ആണ് വേണ്ടത്. ഇനി പ്രൊഡക്റ്റിന്റെ കേസ് ആണെങ്കിൽ അത് പ്ലസ് തന്നെയാണ് ഇതിൽ ഇട്ടേക്കുന്നതും. പക്ഷേ നമ്മുടെ 1/y എവിടെ? കോഎഫിഷ്യന്റ് എവിടെ? 1/y കൂടെ വേണം. dy by dt ആണ്. അപ്പൊ ഇവിടെയുള്ള തെറ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തേത് പറഞ്ഞിരിക്കുന്നത് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള റേറ്റ് കോൺസ്റ്റന്റും സ്പെസിഫിക് റിയാക്ഷൻ റേറ്റും ഹാവ് ഡിഫറെന്റ് മീനിങ്. അതൊരിക്കലും അല്ല. നമ്മൾ പറയുന്ന റേറ്റ് കോൺസ്റ്റന്റും അതുപോലെ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റും എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. എന്താന്ന് പറയുന്നത്? അതെന്താണ് രണ്ടും പറയുന്നത്? റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ when concentration of each reactant is 1 mole per liter. 1 mole per ലിറ്ററിലേക്ക് ആവുന്നതിന്റെ ആ ഒരു കോൺസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ കോൺസെൻട്രേഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വെൻ കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് റിയാക്ടന്റ്, ഓരോ റിയാക്ടന്റിന്റെയും കോൺസെൻട്രേഷൻ 1 മോൾ പെർ ലിറ്റർ ആവുന്ന വരെയുള്ള ആ ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. For any reaction, the value of specific reaction rate is independent of the initial concentration of reactant. അത് ശരിയാണ്. എന്താണ് റിയാക്ഷൻ വാല്യൂ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. And next question, for a hypothetical reaction A tends to L, the rate expression is rate is equal to minus dCA divided by dt. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് സൈന് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എന്താ നെഗറ്റീവ് സൈന് ഇൻഡിക്കേറ്റ് വരുന്നത് എന്താണ്? നെഗറ്റീവ് സൈൻ pertains to decrease in the concentration of reactant. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു റേറ്റ് ഓഫ് റിയാക്ഷനിൽ മൈനസ് ഇട്ടേക്കുന്നതിന് കാരണം. ഓർത്തിരിക്കുക, നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. ഇനി അടുത്തത്, for the reaction 2HI gives H2 plus I2, the expression minus 1/2 into DHI by dt represents. അപ്പൊ ഇത് ഓർത്തിരിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ. നമുക്ക് ഇതിൽ അതാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇപ്പൊ ഇതിൽ വരുമ്പോൾ നമുക്കറിയാം -1/2 DHI by dt വരുമ്പം നമുക്കറിയാം എന്തായത് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് കൊടുത്തേക്കുന്നത് എന്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ രണ്ട് എയും ബിയും നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി വരുന്ന റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണുള്ളത്. അപ്പം നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഉണ്ട്. ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ കോൺസെൻട്രേഷന്റെ ടേമിന് മാത്രം എഴുതിയാൽ മതി. പക്ഷെ ഇൻസ്റ്റന്റേനിയസ് ആകുമ്പോൾ അതിൽ എന്ത് വേണം? d/dt വേണം. അപ്പൊ d/dt വന്നത് എന്തിലാണ്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് റിയാക്ഷനിലാണ്. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. Next question, the term minus dx by dt in the rate expression refers to. അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ, ഏകദേശം ഒരേ മീനിങ്ങിൽ വരുന്നതാണ് കേട്ടോ. അവ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, point out the incorrect statement എന്നാണ്. ഓർത്തിരിക്കുക, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഏതാണ് ഇൻകറക്റ്റ്? Rate law is an experimental fact, whereas the law of mass action is a theoretical proposal. ശരിയാണോ? Rate law is an experimental fact, whereas the law of mass action is a theoretical proposal. ശരിയാണ്. Rate law is always different from the expression of law of mass action. Rate law എന്താണ്? Rate law expression may come out to be similar to that predicted by
ലോ ഓഫ് മാസ് ആക്ഷൻ ആണ്. ഡിഫറെന്റ് അല്ല വരിക, എന്താണ് സെയിം ആയിട്ട് തന്നെയാണ് വരിക. സിമിലർ ടു ദ റേറ്റ് ഓഫ് ലോ ഓഫ് മാസ് ആക്ഷൻ ആണ് വരിക. ഓക്കെ, റേറ്റ് ലോ ഈസ് ഓൾവേസ് സിമിലർ ആണ്. ഏകദേശം മേ കം ഔട്ട്, ഒന്നാം പറഞ്ഞു എക്സ്പെരിമെന്റൽ ആണ്, ഒന്ന് തിയറിറ്റിക്കൽ ആണ്, പക്ഷെ എപ്പോഴും ഡിഫറെന്റ് അല്ല വരിക, ഏകദേശം എപ്പോഴും എന്താണ് കറക്റ്റ് ആയിട്ടാണ് വരിക. അപ്പൊ ഏതാണ് തെറ്റ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ആണ് തെറ്റ് എന്ന് പറയുന്നത്. സി എന്നാണ് റേറ്റ് ലോ ഈസ് മോർ ഇൻഫോർമേറ്റീവ് ദാൻ ലോ ഓഫ് മാസ് ആക്ഷൻ ഫോർ ഡെവലപ്മെന്റ് ഓഫ് മെക്കാനിസം. ശരിയാണ്. ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ. ശരിയാണ്, നമ്മൾ ഓർഡർ മനസ്സിലാക്കുന്നത് അതിന്റെ ഇത് വെച്ചിട്ട് തന്നെയാണ്. ഇനി അടുത്തതാണ് നമ്മൾ ഫോർ എ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ എ പ്ലസ് ബി ഗിവ്സ് പ്രോഡക്റ്റ്, ദ റേറ്റ് ലോ ഈസ് ആർ ഈക്വൽ ടു കെ ഇൻറ്റു ബി ആണ്. K into B into A raised to 0 ആണ്. The order of reaction, order of the reaction കിട്ടണമെങ്കിൽ നമ്മുടെ റേറ്റ് ലോയിലെ കിട്ടിയിരിക്കുന്ന കോൺസെൻട്രേഷന്റെ പവേഴ്സ്, ഓക്കെ, പ്രൊഡക്റ്റിന്റെ റിയാക്ഷൻസിന്റെ എന്താണ് പവേഴ്സ് വെച്ചിട്ട് ആഡ് ചെയ്യുന്നതാണ് ഓർഡർ ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എങ്ങനെ കാണാം? ഓർഡർ ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത് 0 പ്ലസ് 0 ആണ്. എയുടെ പവർ എന്താണ്? 0 ആണ്. ഡിയുടെ പവർ 1 ആണ്. അങ്ങനെയാകുമ്പോൾ 1 പ്ലസ് 0 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏതാണ് നമ്മുടെ ആൻസർ? ബി ആണ്, 1 ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. For a hypothetical chemical reaction A tends to I, it is found that the reaction is third order in A. What happened to the rate of reaction when the concentration of A is doubled? A യുടെ concentration double ചെയ്ത് കഴിഞ്ഞാൽ rate of reaction എന്ത് മാറ്റമാണ് നമ്മുടെ ഇതിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഓർത്തിരിക്കുക, റിയാക്ഷൻ എന്ന് പറയുന്നത് തേർഡ് ഓർഡർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, R is equal to third order ആണ്. അങ്ങനെയാകുമ്പോൾ K into all raised to A raised to 3 ആണ്. കോൺസെൻട്രേഷൻ 3 ടൈംസ് ആണ്. അങ്ങനെയാകുമ്പോൾ അതില് ഇതിന്റെ എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയി. എ എന്ന് പറയുന്നത് എന്തായി? 2A ആയി. അങ്ങനെയാകുമ്പോൾ ഈ റിയാക്ഷൻ എന്താവും? R is equal to എന്താവുന്നു? K into 2A whole ക്യൂബ് ആവുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് K എന്ത് കിട്ടും? K into A cube into 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 8. A cube എന്ന് പറയുന്നത് ആദ്യത്തെ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ആദ്യത്തെ റേറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 8 ആണ് A cube. അപ്പം ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് റിയാക്ഷൻ വിച്ച് ഹാസ് ദ റേറ്റ് എക്സ്പ്രഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A റേസ് ടു 3/1 ഇൻറ്റു B റേസ് ടു -1 ആണ്. അങ്ങനെയാകുമ്പോൾ എന്താണ് വരിക? നമ്മുടെ റിയാക്ഷനില് റേറ്റ് എക്സ്പ്രഷനിൽ ഏതാണ് ഓർഡർ വരുന്നത്? 3/2. നമുക്കറിയാം കോൺസെൻട്രേഷന്റെ മൈനസ് ചെയ്യലാണ്. 3/2 അല്ല പ്ലസ് ചെയ്യലാണ്. 3/2 പ്ലസ് -1. അങ്ങനെയാകുമ്പോൾ 3/2 -1 that's equal to 1/2. Option B. Next question, for which of the following the unit of the rate constant and the rate of reaction are same? അത് ഏതിനാണ്? സീറോ ഓർഡർ റിയാക്ഷനിലാണ് റേറ്റ് കോൺസ്റ്റന്റും അതുപോലെ റേറ്റ് ഓഫ് റിയാക്ഷനും സെയിം ആവുന്നത്. അതെന്താണ് കൊടുത്തിരിക്കുന്നത്? അത് രണ്ടും എന്താണ് വരിക? മോൾ ഇൻറ്റു ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഓർത്തിരിക്കുക, റേറ്റ് കോൺസ്റ്റന്റും റേറ്റ് ഓഫ് ദി റിയാക്ഷനും സെയിം ആവുന്നത് സീറോ ഓർഡറിലാണ്. അതിന്റെ രണ്ടിന്റെയും യൂണിറ്റ് വരുന്നത് മോൾ ഇൻറ്റു ലിറ്റർ ഇൻവേഴ്സ് ഇൻറ്റു സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ x plus 2y gives product. The molecularity of molecularity എന്താണ് എന്നുള്ളതാണ്. മോളിക്കുലാരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. അങ്ങനെയാണ് ഇത് കിട്ടുക 1 mole of x. ഓക്കെ, മോള് വരുന്നത് എന്താണ്? ഇതിൻ്റെത് 1 അല്ലേ. പിന്നെ റിയാക്ഷന് y എന്ന് പറയുന്നത് എന്താണ്? 2 mole of y ആണ്. അങ്ങനെയാകുമ്പോൾ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 1 plus 2 ആണ്. ഓപ്ഷൻ is equal to 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following represents the expression of 3/4 life of first order reaction എന്നതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രൽ ഇക്വേഷൻ എന്താണ്? 2.3
303 divided by k into log a divided by a minus x ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷനും ബി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ അറ്റ് എ ടൈം ടി യു ആണ്. അങ്ങനെയാവുമ്പോൾ എ എന്ന് പറയുന്നത് നമുക്കറിയാം, ആദ്യത്തെ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ A0 എന്ന് എടുക്കുന്നു, അതെടുക്കുക. അപ്പൊ എ മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താവും? എ മൈനസ് എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ കോൺസെൻട്രേഷൻ A0 ആണ്. ആ A0യിൽ നിന്ന് നമ്മുടെ 3/4 ലൈഫാണ് കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ബാക്കി എന്ത് വരും? 3/4 നമ്മൾ എന്ത് ചെയ്യണം? A0യിൽ നിന്ന് മൈനസ് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/4 A0 ആണ് കിട്ടുക. ഓക്കെ, 1/4 A0 ആണ് കിട്ടുക. ആ ഇതിനെ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. 2.303 divided by k into log a divided by log A0 divided by A0 by 4 ലേക്ക് കൊടുക്കുന്നു. A0യും വെട്ടിപ്പോന്നു, 4 മുകളിലേക്ക് വരുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2.303 divided by k into log 4 എന്ന് കിട്ടുന്നു. Next question. In the first order reaction, the concentration of the reactant is reduced to 25% in 1 hour. The half-life period of the reaction is, in the first order reaction, the concentration of the reactant is reduced to 25% in 1 hour. The half-life period of the reaction. അപ്പോൾ നമുക്ക് ഒന്നാണ് അറിയാനുള്ളത്. എന്താണ്? 25% ഇതാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അതില് 3/4 കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെ. 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 hourല് 25% കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്നാൽ 3/4 ഉണ്ട്. അപ്പൊ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് ദി റിയാക്ഷൻ എന്ത് വരും? എങ്ങനെയാകുമ്പോൾ T 3/4 ഓഫ് റിയാക്ഷൻ ആണ് വേണ്ടത്. ഓക്കെ, T 3/4 ഓഫ് റിയാക്ഷൻ ആണ് വേണ്ടത്. ഇതിന്റെ ഇതെന്താണ്? ഈസ് ദ ഡബിൾ ഓഫ് T ഹാഫ് ആണ്. നമ്മൾ 2 into T ഹാഫ് ആണ് എന്തെന്ന് പറയുന്നത്? T 3/4 എന്ന് പറയുന്നത്. T 3/4 എന്ന് പറയുന്നത് എന്താണ്? 2 into നമ്മുടെ ഹാഫ് ലൈഫ് ആണ്, T ഹാഫ് ആണ്. അങ്ങനെയാകുമ്പോൾ എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു, അപ്പൊ ഇതിലെ T ഹാഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. T ഹാഫ് ഈസ് ഈക്വൽ ടു എന്ത് വരുന്നു? 1/2 into T 3/4 എന്ന് വരുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം 2 3/4 എത്രയാണ് തന്നിട്ടുണ്ട്? എന്താണ്? 1 hour ആണ്. അപ്പൊ 1ന്റെ 1/2, അപ്പൊ ഹാഫ് ആണ്, ഹാഫ് അവർ ആണ്. 48 ഓപ്ഷൻ സി ആണ് വരിക. നെക്സ്റ്റ്, ഫോർ എ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ A tends to B, the rate constant is 0.25 second inverse. If the concentration of A is reduced to half, then the value of the rate constant is, value of rate constant ഏതാണ് എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. 0.25 second inverse ആണ്. എന്താണ്? The rate constant of a reaction is independent of the concentration ആണ്. Okay, rate constant of a reaction is independent of the concentration ആണ്. Next question. If A is the initial concentration of a reaction, then the half-life of a reaction of nth order is proportional to. അങ്ങനെയാകുമ്പം ഇത് എങ്ങനെയാണ് വരിക? T half is proportional to 1/a raised to n minus 1 ആണ്. a raised to n minus 1 ആണ്. T half proportional. T half is proportional to 1/a raised to n minus 1 ആണ്. അങ്ങനെയാകുമ്പോൾ T ഹാഫിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇതിനെ മാറ്റി എഴുതാം. T half is proportional to a raised to 1 minus n എന്ന് മാറ്റി എഴുതാം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For producing the effective collisions, the colliding molecules must have. എന്താണ്? ഈ രണ്ട് ക്വസ്റ്റ്യനും ഞാൻ ഒരുമിച്ച് അതിന്റെ ആൻസർ പറയാം. രണ്ടിന്റെയും ആൻസറിൽ വരുന്ന
ഓർത്തിരിക്കുക, രണ്ടിന്റെയും ആൻസറിലെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ട് ഒരുമിച്ച് പറഞ്ഞതിന് ശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ തരാം. For producing effective collision, the colliding molecules must have ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. Threshold energy and proper orientation both. അതാണ്. For producing effective collision, the colliding molecules must have. അടുത്തത് the rate of reaction increases by the increase of temperature because ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. fraction of molecules possessing energy greater than or equal to threshold energy increases. എന്താണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്? ഇതിന് നമുക്കൊരു ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നതുണ്ട്. ഓക്കെ, കൊളീഷനിലേക്ക് സംഭവിക്കുമ്പോൾ അതിനൊരു ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വരുന്നു. അപ്പൊ ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് 308 ആണെങ്കിൽ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ നമ്മൾ എടുക്കുക. അപ്പൊ അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് എടുക്കുക, അത് ഡിവൈഡ് ബൈ റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് ഒരു 10 ഡിഗ്രി ടെമ്പറേച്ചർ താഴെയുള്ള ടെമ്പറേച്ചർ എടുക്കുക. അതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ എടുക്കുക, അത് ഡിവൈഡഡ് ബൈ ആ ടെമ്പറേച്ചറിൽ നിന്ന് ഒരു 10 ഡിഗ്രി കുറഞ്ഞതിന് ശേഷമുള്ള റേറ്റ് കോൺസ്റ്റന്റും എടുക്കുക. അങ്ങനെയാണ് അക്കോർഡിംഗ് ടു കൊളീഷൻ തിയറിയിൽ പറയുന്നത് ദ റിയാക്ഷൻ റേറ്റ് ഡിപ്പെൻഡ് ഓൺ ദ കൊളീഷൻ ഫ്രീക്വൻസി. ഓർത്തിരിക്കുക, എന്താണ്? റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ് ഓൺ ദി reaction rate depend on the collision frequency and effective collision. Collision frequency and effective collision ലാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മോളിക്യൂൾ ഫോർ എ മോളിക്യൂൾ ടു ഹാവ് എഫക്റ്റീവ് കൊളീഷൻ ഇറ്റ് ഷുഡ് ബി എ 2 കണ്ടീഷൻ ആണുള്ളത്. അതിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഓറിയന്റേഷൻ ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സഫിഷ്യന്റ് എനർജി ആണ്. അപ്പൊ ഇതാണ് രണ്ടെണ്ണത്തിന്റെയും ആൻസർ. നമുക്കറിയാം കൊളീഷൻ എന്താണെന്നുള്ളത്. കൊളീഷനും കൊളൈഡിങ് അതിന്റെ പാർട്ടിക്കിളിന് വേണ്ട കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the value of activation energy for a chemical reaction is primarily depends on ഏതാണ്? the value of activation energy for a chemical reaction is primarily depend on option B ആണ് nature of reacting species ആണ്. The rate constant of a reaction increases by increasing temperature. Rate constant of the reaction increase by increasing temperature. Value of activation energy for a chemical reaction primarily depend on the nature of reacting species. ആവശ്യമുള്ളതിന് മാത്രമേ എക്സ്പ്ലനേഷൻ തരുന്നുള്ളൂ, സമയമല്ലാതെ ഒരുപാട് പോകും. അതുകൊണ്ടാണ് which of the following expression gives the effect of temperature on the rate constant? Okay, which of the following expression gives the effect of temperature on the rate constant? അപ്പൊ നമുക്കറിയാം അറീനിയസ് ഇക്വേഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? rate constant K is equal to A into E raised to minus EA divided by RT എന്നുള്ളതാണ് അറീനിയസിലെ ഒരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ln K is equal to ln A minus EA divided by RT. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് പറയുന്ന ഇക്വേഷൻ ഏതാണ്? ln K is equal to ln A minus EA divided by RT ആണ്. ഓപ്ഷൻ ബി ആണ്. Next question, the effect of temperature on reaction rate is given by ഏതാണ്? Arrhenius equation ആണ്. ഏതാണ് effect of temperature വരുന്നത്? ഇതാ ഇതിലൊരു T ഉണ്ടല്ലോ അല്ലെ. Temperature on a reaction rate is given by ഏതാണ്? Arrhenius equation ആണ് നമ്മളിപ്പോ പറഞ്ഞ ഇക്വേഷൻ. Next question, the correct expression for Arrhenius equation showing the effect of temperature on the rate constant. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ln K is equal to ln A minus EA by RT എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ln K നെ മാത്രം വെച്ച് നോക്കുക. ln K2 divided by K1. Okay, ln വെച്ചിട്ട് തന്നെ ചെയ്യാം. ln K2 divided by K1 is equal to EA divided by R into 1 by T2 minus T1 by T1 minus 1 by T2. Option B ആണ്. Next question, temperature coefficient of the reaction is എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് temperature coefficient is the rate of two rate constant.
ഡിഫറിംഗ് 10 ഡിഗ്രി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് റേഷ്യോ ഓഫ് ദി റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് 308 കെൽവിൻ ആൻഡ് 298 കെൽവിൻ. റേഷ്യോ ഓഫ് ദി റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് 308 കെൽവിൻ ആൻഡ് 208 കെൽവിൻ എന്നുള്ളത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക 10 ഡിഗ്രിയിൽ ഡിഫറൻസ് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിന്റെ റേറ്റ് കോൺസ്റ്റന്റിൽ എടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അടുത്തത് out of molarity m, molality m, formality f and mole fraction x, thus independent of temperature. Temperature independent ആയിരിക്കുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്. മൊളാലിറ്റിയും അതുപോലെ മോൾ ഫ്രാക്ഷനുമാണ്. മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും ആണ് അതിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നത്. മൊളാലിറ്റി എം ആൻഡ് മോൾ ഫ്രാക്ഷൻ എക്സ് ആർ ബേസ്ഡ് ഓൺ മാസ് റിലേഷൻഷിപ്പ് ആണ്. അത് എന്തിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? മാസ് റിലേഷൻഷിപ്പ് ആണ്. വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് ക്വസ്റ്റ്യൻ. ദ മൊളാരിറ്റി ഓഫ് 720 gram of pure water is. The molarity of 720 gram of pure water is. അപ്പൊ molarity കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? WB ഗ്രാമിലാണ്. ഫസ്റ്റ് വൺ വരുന്ന ഗ്രാമില്. WB in gram into 1000 whole divided by MB into volume in ml. വോളിയം VA in ml. അപ്പൊ ഇതിൽ മൊളാരിറ്റി ഓഫ് 720 ഗ്രാം ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 720 into 1000 ഡിവൈഡഡ് ബൈ MB എത്രയാണ്? നമുക്കറിയാം എന്താണ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 18 ഇൻറ്റു എത്ര വരും? H2ൻ്റെത് നമുക്കറിയാലേ 18, എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ നമുക്ക് ഓർത്തിരിക്കുക 720 ഗ്രാം വാട്ടർ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 720 ml ഓഫ് വാട്ടർ തന്നെയാണ്. അപ്പൊ 720 ml കൂടെ ആഡ് ചെയ്യുക. അപ്പൊ ഈ 720 പോവും. 1000 ഡിവൈഡഡ് ബൈ 18 വരുന്നു. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 55.5 m ആണ്. Next question. For an ideal binary solution A and B, why A is the mole fraction of A in a vapor phase when of the following plot should be linear. ഇത് കുറച്ച് നല്ല ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അറിയാതെ ഇട്ടുപോയതാണ്. അപ്പൊ ആൻസർ മാത്രം ഒന്ന് അറിയേണ്ടവരൊന്ന് ഓർത്തിരിക്കുക. ഒരു ഐഡിയൽ ബൈനറി സൊല്യൂഷൻ ആണ് എയും ബിയും. അതിൽ YA എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ്. വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ ആണ് YA എന്ന് പറയുന്നത്. വെൻ ദ ഫോളോയിങ് പ്ലോട്ട് ഷുഡ് ബി ലീനിയർ ആയിട്ട് വരുന്ന പ്ലോട്ട് ഏതായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോൾ ഓപ്ഷൻ സി ആണ്. 1/, പാർഷ്യൽ പ്രഷർ ടോട്ടൽ പാർഷ്യൽ പ്രഷർ വേഴ്സസ് YA ആണ് എന്ത് ചെയ്യുന്ന ഐഡിയൽ. ഇതിന്റെ സൊല്യൂഷൻ നോക്കാൻ ഒരുപാടുണ്ട്. അപ്പൊ അതിന് അത്രയും ഡീപ്പായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അടുത്തത് the determination of correct molecular weight from Raoult's law is applicable to ഏതാണ്? ഓപ്ഷൻ സി ആണ്. എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ എ ഡൈലൂട്ട് സൊല്യൂഷൻ. ഓർത്തിരിക്കുക റയോൾസ് ലോ എന്ന് പറയുന്നത് ആകെ ഒന്നിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇതില് ഡൈലൂട്ട് സൊല്യൂഷനിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഓപ്ഷനിൽ നോക്കുക ഡൈലൂട്ട് സൊല്യൂഷൻ ഉള്ളത് ഏതിലാണ്? ആകെ ഓപ്ഷൻ സിയിൽ മാത്രമേ ഉള്ളൂ ഡൈലൂട്ട് സൊല്യൂഷൻ എന്നുള്ളത്. ബാക്കി രണ്ടെണ്ണത്തിൽ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ എന്നേ ഉണ്ട്. അപ്പൊ അപ്പോഴേ അത് വെട്ടിക്കളയാം. പിന്നെ ഇലക്ട്രോലൈറ്റിൻ സൊല്യൂഷൻ ആകുമ്പോൾ അതും വിട്ട്. അപ്പൊ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നോൺ വോളറ്റൈലോ അതോ വോളറ്റൈലോ ഏതായാലും പ്രശ്നമില്ല. പക്ഷെ എന്ത് വേണം? സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡൈലൂട്ട് സൊല്യൂഷൻ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. A substance will be deliquescent if its vapor pressure. Okay, എന്താണ്? A substance will be deliquescent if its vapor pressure ഏത് സമയത്താണ് ഇത് deliquescent ആവുന്നത് എന്നുള്ളതാണ്. 12 C ആണ് ആൻസർ. is the less than that of water vapor in air. എന്താണ് ഡെലിക്വസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിനോമിന എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ എയറിൽ നിന്ന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്? ആ മോയ്സ്ചർ അബ്സോർബ് ചെയ്തിട്ട് അതിലേക്ക് അങ്ങ് എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്യുന്നു.
ഓക്കെ, നമ്മുടെ ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യാണ്, മോയിസ്ചർ എയറിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് അതിലേക്ക് ഡിസോൾവ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ഡെലിക്വസെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡെലിക്വസൻസ് ഹാപ്പൻ ആവണമെങ്കിൽ, ഇത് സംഭവിക്കണമെങ്കിൽ എന്ത് വേണം, വാട്ടർ വേപ്പേഴ്സിൽ, എയറിലുള്ള വാട്ടർ വേപ്പേഴ്സിന്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യണം, എന്തിനേക്കാളും നമ്മുടെ സൊല്യൂഷനിലുള്ള സബ്സ്റ്റൻസിനേക്കാളും കൂടുതലായിരിക്കണം. എപ്പോഴാണോ സൊല്യൂഷനിലുള്ള സബ്സ്റ്റൻസിനേക്കാളും കൂടുതൽ വേപ്പർ പ്രഷർ നമ്മുടെ സബ്സ്റ്റൻസിന് കിട്ടുന്നത്, അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഡെലിക്വസെന്റ് ആവുള്ളൂ. ഓക്കെ, വാട്ടർ വേപ്പേഴ്സിന് ഗ്രേറ്റർ ആയിരിക്കണം, എയറിലുള്ള വാട്ടർ വേപ്പേഴ്സിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ എന്ത് വേണം, സബ്സ്റ്റന്റിന്റെ വാട്ടർ വേപ്പേഴ്സിന്റെ പ്രഷർ എന്ന് പറയുന്നത് കുറവായിരിക്കണം. ഓക്കെ, വാട്ടർ വേപ്പേഴ്സിലുള്ള എയറിലുള്ള വാട്ടർ വേപ്പേഴ്സിന്റെ വേപ്പർ പ്രഷർ കൂടുതലും, അതുപോലെ സബ്സ്റ്റൻസിലുള്ളതിൻ്റെത് വാട്ടർ വേപ്പർ പ്രഷർ കുറവാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എയറിലുള്ള വാട്ടർ വേപ്പേഴ്സിന് മോയ്സ്ചറിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എവിടെയാണ് വേപ്പർ പ്രഷർ കൂടുതൽ വേണ്ടത്, വാട്ടർ വേപ്പർ ഇൻ എയറിലാണ് എന്ത് വേണ്ടത്, മോയ്സ്ചർ എവിടെ കൂടുതൽ വേണം, മോയ്സ്ചറിന്റെ വേപ്പർ പ്രഷർ കൂടുതൽ വേണ്ടത് എയറിലാണ്, സബ്സ്റ്റൻസിന് അത് കുറവായിരിക്കണം. ഓപ്ഷൻ സി ആണ് അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if to a solvent vapor pressure is equal to P0, n moles of non-volatile solute are dissolved, then the vapor pressure of the solution is option D ആണ്. ഏതാണ്, നൺ ഓഫ് ദി അബോവ് ആണ്. കാരണം എന്താ, ഇവിടെ എന്തില്ല, നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്ത് വേണം, സോൾവെന്റിന്റെയും വേണം സൊല്യൂട്ടിന്റെയും വേണം. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് മാത്രമേ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളൂ. പക്ഷെ എന്തിന്റെയും കൂടെ വേണം, സോൾവെന്റിന്റെയും കൂടെ വേണം. അതില്ലാത്തിടത്തോളം ഈ ഒരു ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ്, lowering of vapor pressure is proportional to ഏതാണ്, X solute ആണ്, proportional to X solute ആണ്. Next question, which of the following condition is not satisfied by an ideal solution? Ideal solution is satisfied ആവാത്തത് ഏതാണ്, നോട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഏതാണ്, നോട്ട് സാറ്റിസ്ഫൈഡ്, ഫോർമേഷൻ ഓഫ് ആൻ അസിയോട്രോപിക് മിക്സ്ചർ ആണ് നോട്ട് സാറ്റിസ്ഫൈഡ്. അങ്ങനെയാണ് അസിയോട്രോപിക് മിക്സ്ചേഴ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, നോൺ ഐഡിയൽ സൊല്യൂഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അസിയോട്രോപിക് ഫോം ചെയ്യുള്ളൂ. അസിയോട്രോപിക് മിക്സ്ചർ ഫോം ചെയ്യുന്നത് എവിടെ മാത്രമാണ്, നോൺ ഐഡിയൽ സൊല്യൂഷനിൽ മാത്രമാണ്. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈസ് ഐഡിയൽ സൊല്യൂഷനിൽ 0 ആണ്, ഡെൽറ്റ വി മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0 ആണ്. റയോൾസ് ലോ ഒബേ ചെയ്യണം ഐഡിയൽ സൊല്യൂഷൻ, പക്ഷേ ഐഡിയൽ സൊല്യൂഷൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, അസിയോട്രോപിക് മിക്സ്ചർ ഫോം ചെയ്യില്ല. അടുത്തതാണ്, ഓൺ മിക്സിംഗ് 25 ml ഓഫ് CCl4 with 25 ml ഓഫ് toluene, the total volume of the solution. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് അവിടെ ഒരു അസോസിയേഷനോ ഡിസോസിയേഷനോ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മിക്സിംഗ് 25 CCl4ഉം അതുപോലെ ടൊളുവീനും തമ്മിൽ ഒരു അസോസിയേഷനോ ഡിസോസിയേഷനോ ഒന്നും നടക്കാത്തത് കൊണ്ട് അതിന്റെ വോളിയം എന്ന് പറയുന്നത് 25 ml plus 25 ml ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 15 ml ആണ്. ഓക്കെ, ഇനി അടുത്തതാണ്, which of the following condition is not correct in ideal solution? ഐഡിയൽ സൊല്യൂഷനിൽ കറക്റ്റ് അല്ലാത്തത്, നോട്ട് കറക്റ്റ് ആണ്. ഏതാണ്, 24 സി ആണ്. ഇറ്റ് ഒബേസ് റയോൾസ് ലോ. സോറി, 23 എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് കേട്ടോ. സോറി, ഞാൻ ആദ്യം പറഞ്ഞതിൽ തെറ്റിപ്പോയതാണ്. 23 ഡി ആണ്. എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ ഈസ് നോട്ട് കറക്റ്റ്. ഞാൻ പെട്ടെന്ന് ഒബേ റയോൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്, അത് ഐഡിയൽ സൊല്യൂഷൻ ആണല്ലോ എന്നുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ ഈസ് നോട്ട് കറക്റ്റ് ഫോർ ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷനിൽ കറക്റ്റ് അല്ലാത്തത് എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ഡി ആണ്. അയണൈസേഷൻ ഓഫ് സൊല്യൂട്ട് എന്നുള്ളതാണ്. solute should occur to a small extent എന്നുള്ളതാണ്. അത് തെറ്റുള്ളത്. അത് ഫസ്റ്റ് ആണ്. നോ ചേഞ്ച് ഇൻ വോളിയം ഓൺ മിക്സ് ശരിയാണ്. നോ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഓൺ മിക്സ് ശരിയാണ്. ഇറ്റ് ഒബേസ് റയോൾസ് ലോ അതും ശരിയാണ്. പക്ഷേ
ഇതെന്ത് ചെയ്യില്ല, അത് രണ്ടും കൂടെ ഈ 0 ആയതുകൊണ്ട് എന്താൽപി ചേഞ്ച് ഡെൽറ്റ എച്ച് മിക്സും അതുപോലെ ഡെൽറ്റ വി മിക്സും 0 ആയതുകൊണ്ട് അയണൈസ് ഹീറ്റ് എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെയാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഷുഡ് നോട്ട് ഒക്കെ ഒരു സ്മോൾ എക്സ്റ്റെൻഡിലൊന്നും ഇത് എന്ത് ചെയ്യില്ല, ഒക്കെ ചെയ്യില്ല എന്നുള്ളതാണ്. Which statement is true about the solution of chloroform and acetone? അസറ്റോണിന്റെയും ക്ലോറോഫോമിന്റെയും രീതിയിൽ ഇതിൽ ഏതാണ് ട്രൂ എന്നുള്ളതാണ് പറയേണ്ടത്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. എന്താണ്, ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇത് നെഗറ്റീവ് ഡീവിയേഷൻ വന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ രണ്ടിന്റെയും ഇന്റർ പാർട്ടിക്കൽ ഫോഴ്സസ് ബിറ്റ്വീൻ അസറ്റോൺ ആൻഡ് ക്ലോറോഫോം ഹാസ് ഹൈഡ്രജൻ ബോണ്ട് ആണ്. ഓക്കെ, which are stronger than those of acetone molecules or chloroform molecules separately. അപ്പോൾ ഇത് നമുക്കറിയാം, അസറ്റോൺ എന്ന് പറയുന്നത് ഒറ്റൊരു ഇൻഡിവിജ്വൽ ആണ്, ക്ലോറോഫോം എന്ന് പറയുന്നതും ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഇന്റർ പാർട്ടിക്കൽ എന്താണ്, അതിന്റെ ഇടയിലുള്ള ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. അപ്പൊ അത് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിലാണ് അത് ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് വരുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് അത് നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അത് സ്ട്രോങ് ആയി വരുന്നത്. അപ്പൊ ഇതിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ ഒരു സൊല്യൂഷനിലേക്ക് ഇടുകയാണെങ്കിൽ ആ സമയത്തുള്ള വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നു, ഒരു നെഗറ്റീവ് ഡീവിയേഷൻ വരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു, ക്ലോറോഫോമും അസറ്റോണും ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്, കുറച്ചും കൂടെ അതിന്റെ ബോണ്ടിന് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, next question, a binary solution of ethanol and n-heptane is an example of positive deviation, non ideal solution with a positive സൊല്യൂഷൻ ആണ്. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ എന്താ, നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ നമ്മൾ ക്ലോറോഫോമും അതുപോലെ അസറ്റോണും സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് ഹെപ്റ്റോണും നോർമൽ ഹെപ്റ്റോണും അതുപോലെ എത്തനോളും എന്താണ്, ഹെപ്റ്റൈനും എത്തനോളും എന്ന് പറയുന്നത് സ്മോളർ ആണ്. എത്തനോളിനേക്കാളും നോർമൽ ഹെപ്റ്റോൺ എന്ന് പറയുന്നതിനേക്കാളും സ്മോളർ ആണ് എന്ത്, എത്തനോൾ എന്ന് പറയുന്നത്. എത്തനോളിനേക്കാളും സ്മോളർ ആണ് എൻ ഹെപ്റ്റൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു സൊല്യൂഷനിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് വരുന്നു, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, if the vapor pressure of a solution of two liquids are less than those of expected from ideal solution, they are said to have, ഏതാണ്, ഓപ്ഷൻ എ ആണ്. എന്താണ്, ശരിയല്ലേ? If the vapor pressure of a solution of two liquids are less than those of expected from ideal solution നേക്കാളും കുറവാണെങ്കിൽ അത് എന്ത് വരുന്നു, നെഗറ്റീവ് ഡീവിയേഷൻ വരുന്നു. The boiling point of an azeotropic mixture of a water and ethanol is less than that of the water and ethanol in the mixture shows. എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടറും എത്തനോളും ആണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടറും എത്തനോളും ആകുമ്പോൾ എന്ത് വരുന്നു, പോസിറ്റീവ് ഡീവിയേഷൻ ആണ് വരുന്നത്. ലെസ് ദാൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടുന്നു. A liquid mixture which boils without changing the composition is called, a liquid mixture എന്താണ്, a liquid mixture which boils without changing the composition is called azeotropic mixture. Next question, the substance A when dissolved in a solvent B shows the molecular mass corresponding to A3. The Van Hoff factor will be, നമുക്ക് എന്ത് പറയാം, Van Hoff factor എന്ന് പറയുന്നത് എന്താണ്, നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസിനെയാണ് നമ്മൾ Van Hoff factor എന്ന് പറയുന്നത്. എന്താണ്, നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസിനെയാണ് നമ്മൾ Van Hoff factor എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇതിലെ I എന്ന് പറയുന്നത് ആദ്യം കിട്ടിയേക്കുന്നത് എന്താണ്, A ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്, ഒബ്സർവ്ഡ് ആയിട്ട് നമുക്ക് A3 ആണ് നമ്മൾ പറഞ്ഞത്. A3 ആണ്. അപ്പൊ 3 ടൈംസ് ആണ്. അപ്പൊ 3 ഇത് 3 ആണ്. A ഡിവൈഡഡ് ബൈ 3A ആണ്. അങ്ങനെയാകുമ്പോൾ ബാക്കി എന്ത് വരുന്നു, എയും എയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 1/3
3 ആണ്. അങ്ങനെയാകുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ 1/3. ഇനി in case of electrolyte which dissociate in the solution the Van Hoff factor I is ഏതാണ് ഓപ്ഷൻ എ ആണ് greater than unity ആണ്. in case of electrolyte which dissociate in the solution Van Hoff factor is greater than unity ആണ്. Van Hoff factor I is the ratio of നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ observed molecular എന്താണ് observed molecular അല്ല, ഓർത്തിരിക്കുക, മാറിപ്പോകരുത്. ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ടു കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ നോർമൽ ആണ് കേട്ടോ. നോർമൽ ആയിട്ടുള്ളത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ടു കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. അത് I ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി വേണോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ക്ലാസ് ആണോ വേണ്ടത് എന്നുള്ളത് കമന്റ് നിങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്.